ഒരു 100 ഗ്രാം അൺസോൾട്ടഡ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നല്ല പോലെ ഒരു പാത്രത്തിലിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരുന്നു, അതിൽ റെക്കോർഡായിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട മുഴുവനായിട്ടും മറ്റൊരു മുട്ടയുടെ വെള്ള മാത്രവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 മുട്ട ചേർക്കണോണ്ട് വിരോധമില്ല, ഉണ്ണിയും കൂടെ ചേർത്താൽ ചിലപ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഉണ്ണി മാറ്റിയിട്ട് വെള്ള മാത്രം ചേർത്ത് കൊടുക്കണേ. ഇനി നമ്മളിതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. 1 കപ്പ് മൈദയും അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇപ്പോൾ നമുക്ക് ബീറ്റർ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കളർ ആവശ്യമുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അതല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ, ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് ഉറയിലേക്കോ നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ കോർണറിൽ ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഒരു പഴയ ദോശയുടെ പാൻ അടിയിൽ വെച്ചിട്ട് മുകളിൽ നല്ലൊരു വൃത്തിയുള്ളൊരു പാനിൽ ഒരു അല്പം നെയ്യ് തൂത്ത് കൊടുത്തിട്ട് ഇത് കുറേശ്ശായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ പരന്ന് വല്ലാണ്ട് പോകരുത് കേട്ടോ. അതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 10 തുടങ്ങി 15 മിനിറ്റ് നേരം വരെ ചെറിയ തീയിലിട്ടിട്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒന്നാം തരം കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട ബിസ്ക്കറ്റ് റെഡി ആയിട്ട് കിട്ടും.